നിങ്ങൾ ഓരോരുത്തരും ഞാനാണ് നിന്നെക്കാൾ മീതെ, എൻ്റെ മക്കൾക്കാണ് നിന്റെ മക്കളെക്കാൾ വരുമാനം, എൻ്റെ വീട് എൻ്റെ സൗകര്യം നിന്റേതിനേക്കാൾ മീതെയാണ്. ഇങ്ങനെ മനുഷ്യൻ ഒരാൾ മറ്റൊരാളോട് അഹങ്കാരം കാണിക്കുന്ന ലോകമാണിത്. എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് വരുമാനമുണ്ട്, അവിടെ ഇത്ര സെന്റ് സ്ഥലമുണ്ട്, റോഡരികിൽ ഇത്രതിന് വിലയുണ്ട്, എൻ്റെ വീടിന് ഇത്ര വിലയുണ്ട്. ഇങ്ങനെ മനുഷ്യൻ പേരും പെരുമയും പറയുന്ന ലോകമാണിത്. വല്ലൗലാദ്, എൻ്റെ മക്കള് 2 പേര് ഡോക്ടർ, 3-മത്തവൻ എഞ്ചിനീയർ, 4-മത്തവൻ UK പോയി, 5-മത്തവൻ കാനഡയിൽ പോകാൻ നിൽക്കുന്നു. ഇങ്ങനെ മക്കളെക്കുറിച്ച് പെരുമ പറയുന്ന ലോകമാണിത്. മക്കളെക്കുറിച്ച് പെരുമ പറയാം. ഏതുപോലെ അള്ളാഹു ഉദാഹരിച്ചു തരികയാണ്. ഈ ലോകം ഒരു മഴ പെയ്യുന്ന പോലെ ചിന്തിച്ചു നോക്കൂ. അജബൽ കുഫാർ നബാതുഹു. കുഫാർ എന്നത് കാഫിർ എന്നതിൻ്റെ ബഹുവചനമാണ്. കാഫിർ എന്നതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ദൈവനിഷേധി, പടച്ചോനില്ല എന്ന് പറയുന്നവൻ. 2-മത്തെ അർത്ഥം കാഫിറിന് കർഷകൻ എന്നർത്ഥമുണ്ട്. കർഷകർക്ക് കാഫിർ എന്ന് പറയും. ആ അർത്ഥത്തിലാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അജബൽ കുഫാർ നബാതുഹു. കർഷകന്മാർക്ക് ആ മഴ പെയ്യുമ്പോൾ അവരുടെ വിളകൾ മുളച്ചു വരുന്നത് കാണുമ്പോൾ സന്തോഷമാകും. സുമ്മ യഹീജു, മഴ പെയ്തു, ഞാറ് ഇട്ട് ആ പുല്ലും കതിരുകളും നെൽവയലുകളെല്ലാം തളിർത്ത് വളരെ റെഡിയായി കായ്ച്ചു നിൽക്കുമ്പോൾ മഞ്ഞ നിറമായി നിങ്ങൾക്കത് മാറുന്നത് കാണാം. ഒന്ന് കാലിലടിക്ക് നോക്കി, വൈക്കോലിന്റെ നിറം എന്താ? മഞ്ഞന്നല്ലേ നമ്മുടെ കാലിലടിയിൽ നിൽക്കുന്നത്. ഇത് പച്ചയായിരുന്നു ഒരു സമയത്തല്ലേ, അതിന് ജീവനുണ്ടായിരുന്നു. ഇവിടെ പക്ഷികൾ വന്നിരുന്നു, അതിൽ നിന്ന് അതിൻ്റെ നെൽമണികൾ അത് മൂപ്പാകും മുമ്പ് തന്നെ കൊത്തിയെടുക്കാൻ വേണ്ടി പ്രാണികളുണ്ടായിരുന്നു. പെസ്റ്റിസൈഡ് ചെയ്തിട്ട് നമ്മളതിനെ ഒഴിവാക്കുന്നതാണ്. ജീവജാലങ്ങളുണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ കൊച്ചു കൊച്ചു വെള്ളത്തിലുണ്ടാകുന്ന ജീവികളുണ്ടായിരുന്നു. ഒക്കെ ഉണങ്ങി. ഫതറാഹു മുസ്ഫറ, മഞ്ഞ നിറമായി മാറിയത് നിങ്ങൾ കാണുന്നില്ലേ? ഇതാണ് ഈ ലോകമെന്ന്. പൈസ ഉണ്ടായിരുന്നു, പത്രാസ് ഉണ്ടായിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നു, ആള് മരിച്ചു പോയോലോ, തീർന്നു. എല്ലാം സന്തോഷം നൽകുമെന്ന് വിചാരിച്ചു ജീവിച്ചു, പക്ഷേ ഒന്നുണ്ടായില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തത് കിട്ടി, പടച്ചവന് നൽകിയത് കിട്ടി. പള്ളിക്ക് കൊടുത്തു, മദ്രസക്ക് കൊടുത്തു, ദീനിന് കൊടുത്തു, മുതഅല്ലിമിന്, ആലിമിന്, ദീനി സംഘടനകൾക്ക്, സംവിധാനങ്ങൾക്ക്, അതൊക്കെ കിട്ടി. അല്ലാത്തതോ ഒക്കെ പോയി. ഫതറാഹു മുസ്ഫറ, കഴിഞ്ഞില്ല. സുമ്മ യകൂനു ഹുതാമാ, കാറ്റടിച്ചാൽ പറക്കുന്നത് പോലെ അതിൻ്റെ മുരടറ്റ് വീഴുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ലയോ? കാറ്റടിച്ചതൊക്കെ പാറിപ്പോകും. അതിന് കാരണം അതിൻ്റെ റൂട്ടുമായിട്ട്, അതിൻ്റെ വേരുമായുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു പറയാണ്, വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറതും മിനല്ലാഹ്. എന്നാൽ ആഖിറത്തിൽ മനുഷ്യനെ കാത്തിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് അദാബുൻ ശദീദ്, ഭയാനകമായ വേദനയുള്ള ശിക്ഷകൾ അവിടെയുണ്ട്. അള്ളാഹുവിൻ്റെ അദാബിൻ്റെ മലക്കുകൾ മാത്രമുണ്ട്. റബ്ബിന് അദാബ് ചെയ്യലാണ് അവരുടെ ജോലി. അവർക്ക് കരുണയില്ല, അവർക്ക് കരച്ചിൽ വരില്ല, അവർക്ക് ശിക്ഷ നടപ്പാക്കലാണ് അവരുടെ ജോലി. വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, പൈസയുടെ പിന്നാലെ മാത്രം ഓടി. നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ റോഡരികുകളിൽ എത്രയോ മസ്ജിദുകൾ ഉണ്ടായിരുന്നിട്ട് ഒന്ന് ബൈക്ക് സൈഡാക്കി നിസ്കരിക്കാൻ തോന്നിയിരുന്നില്ല. മദ്യഷാപ്പുകളും ലഹരികളും കിട്ടുന്നിടത്തേക്ക് മനുഷ്യൻ ഓടുകയായിരുന്നു. എവിടെയാണ് ഡാൻസുകൾ ഉള്ളത്, എവിടെയാണ് കാബറെ നൃത്തങ്ങളുള്ളത്, എവിടെയാണ് നിശാ ക്ലബ്ബുകളുള്ളത്, എവിടെയാണ് മ്യൂസിക് നൈറ്റുകളുള്ളത്, എവിടെയാണ് പുതിയ സിനിമകളുള്ളത് എന്നന്വേഷിച്ച് മനുഷ്യൻ്റെ സ്വകാര്യതയിലും പരസ്യവും പുറത്തിറങ്ങി നടന്നിട്ടും തിന്മകളുടെ പിന്നാലെ ഓടി നടന്നവരെ കാത്തിരിക്കുന്നത് അദാബുൻ ശദീദ്. എന്നാൽ ഇപ്പുറത്ത് നന്മ ചെയ്ത് ജീവിച്ചവർക്കോ വമഗ്ഫിറതും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹു നൽകുന്ന പാപമോചനവും. മുഅ്മിനീങ്ങളാണ്, പക്ഷേ തെറ്റുകൾ സംഭവിച്ചിരിക്കാം. അള്ളാഹു മാപ്പ് നൽകുന്നവനാണ്. അള്ളാഹു അഫുവാണ്, ഗഫൂറാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ.
അത് റമദാനിൽ മാത്രം ചൊല്ലാനുള്ള ദിക്റല്ല, റമദാൻ കഴിഞ്ഞാലും ചൊല്ലാൻ പറ്റുന്ന ദിക്റാണത്. എപ്പോഴും ചൊല്ലാം. അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനല്ലേ, ഇന്നക അഫൂൻ, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ. ലൈലത്തുൽ ഖദ്റിന്റെ രാവുകളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ച ചോദ്യമാണത്. നബിയെ, എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്കറിയാൻ ഒരു തൗഫീഖ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? ഖൂലീ ഇന്നക അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനല്ലേ, മാപ്പ് നൽകുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ റബ്ബേ, ഫഅഫു അന്നി, എനിക്ക് മാപ്പ് നൽകണമേ. ഇത് അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കാം. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ പ്രത്യേകിച്ചും ചോദിക്കണം. അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. വറിദ്വാനും മിനല്ലാഹ് വറിദ്വാൻ വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. അല്ലാഹുവിൻ്റെ പൊരുത്തം. അല്ലാഹു നമ്മളെ പൊരുത്തപ്പെടട്ടെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടട്ടെ. പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, എനിക്ക് മനസ്സിന് നല്ല പൊരുത്തായി, എനിക്ക് ഇഷ്ടമായി, എനിക്ക് പൊരുത്തപ്പെട്ടു. അത് അല്ലാഹു നമ്മളോട് പടച്ചവന് തോന്നണം. അല്ലാഹു അങ്ങനെ അല്ലാഹു സ്വീകരിക്കട്ടെ. എന്നിട്ട് അല്ലാഹു സൂറത്തുൽ ഹദീദിലെ ഈ ആയത്തിന്റെ അവസാനം നോക്കൂ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകം വഞ്ചിക്കുന്ന ഒരു ലോകമാണ്, വഞ്ചിക്കുന്ന ലോകം. സൗഹൃദങ്ങൾ വഞ്ചനയായി മാറും, പരിചയങ്ങൾ വഞ്ചനയായി മാറും. സമ്പത്ത് കിട്ടിയാൽ അതുകൊണ്ട് മനുഷ്യൻ വഞ്ചിതനാകും. സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ വഞ്ചിക്കപ്പെടും. എന്താ വഞ്ചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും. നമ്മളതിൽ മതിമറന്നു പോകും. ഇതാണ് എല്ലാമെന്ന് തോന്നിപ്പോകും. പക്ഷെ അതിലൊന്നുമില്ലെന്ന് മനുഷ്യന് പിന്നീട് ബോധ്യപ്പെടും. എന്താണ് ഖുർആനിൻ്റെ വാക്കുകളുടെ ഈ മനോഹാരിത!